കഴിഞ്ഞ ദിവസം ഈ ബാംഗ്ലൂരുണ്ടായ അപകടം അതിന്റെ ദൃശ്യങ്ങളൊക്കെ വളരെ ഭീതിപ്പെടുത്തുന്നതായിരുന്നു. ഡ്രൈവറും കണ്ടക്ടറും മരിച്ച ഒരു സംഭവം ഉണ്ടായി. ഇപ്പോഴാണ് അതേ ഭാഗത്ത് വെച്ച് തന്നെ KSRTC ഡീലക്സ് ബസ്സിനെതിരെ മോഷണ ശ്രമത്തിന്റെ ഭാഗമായി മുട്ടേറുണ്ടായ ഒരു സംഭവം പുറത്തു വന്നത്. ഇത് തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ? സറ, ആഗസ്റ്റ് 8-നാണ് ഇത്തരത്തിൽ വലിയ അപകടമുണ്ടായത്. KSRTC ബസ് അപകടത്തിൽപ്പെട്ട് ഡ്രൈവറും കണ്ടക്ടറും മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതിൽ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഡ്രൈവർക്ക് പരിചയമില്ലാത്ത ഡ്രൈവറാണ്, അത്തരത്തിലുള്ളൊക്കെ വലിയ ആരോപണം ഉയർന്നിരുന്നു. അങ്ങനെ അതിലൊരു കാരണം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇതിനിടയിലാണ് ഇന്നലെ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ബാംഗ്ലൂരിൽ നിന്നും കാസർഗോഡേക്ക് പുറപ്പെട്ട ബസ് അതേ സ്ഥലത്ത് വെച്ച് സമാന രീതിയിൽ അപകടത്തിൽപ്പെടാൻ രീതിയിൽ ഈ ബസ്സിന്റെ ഗ്ലാസിന് നേരെ മുട്ടയേറുണ്ടായി. 5 പേരാണ് ആ സംഘത്തിലുണ്ടായിരുന്നത്. 2 ബൈക്കുകളിലായി എത്തിയ സംഘമാണ് ഇത്തരത്തിൽ മുട്ടയേറ് നടത്തിയെന്ന് ഈ ഡ്രൈവർ ആദ്യമായി ന്യൂസ് 8-നോട് പറയുന്നു. അങ്ങനെ ഒരു അപകടം ഉണ്ടാക്കി ഒരു അട്ടിമറി, അതാണോ ഈ ഒരു സംഭവത്തിന് പിന്നിലെന്ന സംശയമാണ് ഇപ്പോൾ ബലപ്പെടുന്നത്. അതായത് ആഗസ്റ്റ് 8-ന് ഈ വാഹനാപകടം ഉണ്ടായ അതേ സ്ഥലത്തിന് അടുത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അപകടം ഉണ്ടായത്. ഇതാണ് ഇതിന് സംശയത്തിന് ബലപ്പെടുന്നത്. മാത്രമല്ല, വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ആ സംഭവം നടന്ന് വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ മറ്റൊരു അപകട സാധ്യത. നമുക്കറിയാം, ബാംഗ്ലൂർ അതുപോലെ തന്നെ മൈസൂർ ഈ റൂട്ടിൽ നേരത്തെ നിരവധി യാത്രക്കാർ, പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെ, അത് കാറിലൊക്കെ പോകുന്നവർക്ക് നേരെ ഇത്തരത്തിലുള്ള സമാനമായ രീതിയിലുള്ള വലിയ അക്രമം നടന്നിരുന്നു. മുട്ടയേറുണ്ടായിരുന്നു. വാഹനങ്ങൾ ബൈക്ക് വെച്ച് തടഞ്ഞ് കവർച്ച നടത്തുന്ന ഒക്കെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു സ്ഥലമാണ്. പക്ഷെ അതൊരു KSRTC ബസ്സിന് നേരെ ഇത്തരത്തിൽ അക്രമം നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരത്തിൽ മുട്ടയേറ് നടത്തി അട്ടിമറി ശ്രമം നടത്തുമ്പോൾ അത് വളരെ ഗൗരവമുള്ള സംഭവമാണ്, വളരെ ആശങ്കപ്പെടുത്തുന്ന സംഭവമാണ്. ഒരുപാട് മലയാളികൾ ഈ ബസ്സിലായാലും സ്വന്തം വാഹനത്തിലായും യാത്ര ചെയ്യുന്ന ഒരു പ്രദേശമാണിത്. ഇത് 9:15 ഈ സംഭവം നടക്കുന്നതെന്നാണ് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. അതായത് 12 മണിക്ക് ശേഷവും പുലർച്ചെ ഒരു 3 മണിക്ക് 2 മണിക്കും ഒക്കെ ഇത്തരത്തിൽ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഞാൻ തന്നെ ഈ റൂട്ടിൽ പലതവണ യാത്ര ചെയ്യുന്നതാണ്. രാത്രി യാത്ര ചെയ്യുമ്പോൾ സമാനമായ പല സംഭവങ്ങളുണ്ടായി, നമുക്കൊക്കെ അനുഭവങ്ങളുണ്ട്. പക്ഷെ അതൊരു KSRTC ബസ്സിന് നേരെ ഇത്തരത്തിൽ നടത്തുമ്പോൾ അത് വളരെ ഗൗരവത്തിലെടുക്കുന്നു. അതായത് ഒരു മാസത്തിനിടെ തന്നെ 2ാമത്തെ വാഹനം ഇത്തരത്തിൽ അപകടപ്പെടുത്താൻ ശ്രമം നടക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനം ഈ ഡ്രൈവറുടെ സന്ദർഭോചിതമായ ഇടപെടൽ തന്നെയാണ്. അദ്ദേഹം അതിൽ വ്യക്തമാക്കുന്നുണ്ട്. ആ ഗ്ലാസ് ഇദ്ദേഹത്തിന് ഇത് അറിയാം, പരിചയമുള്ളതുകൊണ്ട് ഇയാൾ വേപ്പറിട്ടില്ല. വേപ്പറിട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ആ ബസ് അപകടത്തിൽപ്പെടും. ഇതൊരു സർവീസ് റോഡും കൂടിയാണ്, വളരെ ചെറിയ റോഡാണ്, അത്യാവശ്യം വേഗതയിലാണ് ബസ്സുകളൊക്കെ ഇതിൽ യാത്ര ചെയ്യുന്നത്. തീർച്ചയായും അപകടത്തിൽപ്പെടും. സമാന രീതിയിലാണ് നേരത്തെ ഈ അപകടത്തിൽപ്പെടുന്നതും ബസ് പോസ്റ്റിലിടിക്കുന്നതും ഡ്രൈവറും കണ്ടക്ടറും മരിച്ചതോടെ തന്നെ അതിൽ എന്താണ് കാരണം, എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. അതിൽ പാസഞ്ചറൊക്കെ പിറകിലാണ്, അവർക്ക് ഈ സംഭവം എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല. ഈ സംഭവത്തിലേക്ക് വന്നാൽ ഇതിൽ 16 പാസഞ്ചർ ഉണ്ടായിരുന്നു. ഡ്രൈവർ കാഞ്ഞങ്ങാട് സ്വദേശിയായ ആളാണ്. ഡ്രൈവർ ആ കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. 5 പേർ വരുന്നു, ബസ്സിന് നേരെ മുട്ടയെറിയുന്നു. മുട്ടയെറിഞ്ഞതിന് ശേഷം ഇദ്ദേഹം വളരെ ദൂരം നിർത്തിയതിനു ശേഷം വളരെ പണിപ്പെട്ടാണ് ആ മുട്ടയുടെ ആ ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കി പിന്നീട് യാത്ര തുടരുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ ബംഗളൂരുവിൽ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ഓർക്കേണ്ടത്, പോലീസും ചില സംഘങ്ങളും ഒത്തുകളിക്കുന്ന ഒക്കെ നമ്മൾ ഈ ഭാഗത്തു നിന്നും നേരത്തെ വാർത്തകൾ കണ്ടിരുന്നു. പ്രത്യേകിച്ച് ഈ മാണ്ഡ്യ, എലിവാല് തുടങ്ങിയ സ്ഥലങ്ങളിലല്ല, രാമനഗര, ബിദാടി ഒക്കെ ഇത്തരത്തിൽ അപകടം ഉണ്ടാകുന്നത് ഒരുപാട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തത്, ഒരുപാട് സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളാണ്. ഏതായാലും ഇതിൽ വളരെ ഗൗരവമേറിയ ഒരു അന്വേഷണം വേണമെന്ന് തന്നെയാണ് ഇപ്പോൾ ആവശ്യം വരുന്നത്. കാരണം ഇപ്പോൾ ഓണ സീസൺ കൂടിയാണ്. ഒരുപക്ഷെ ഇത്തരത്തിലുള്ള സംഘങ്ങൾ വീണ്ടും ഇവിടെ തലപൊക്കുന്നു എന്നാണ് കർണാടക പോലീസിന്റെ ഭാഗത്ത് കൃത്യമായ ഇടപെടൽ വേണം. ഇത് മന്ത്രിതല ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ ഗൗരവമായ ഒരു അന്വേഷണം ഉണ്ടാകും. കാരണം ചില പോലീസുകാരുമായി ഒത്ത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നു. നേരത്തെ ഒരു ലോറി ഇടിച്ച്, ഒരു കാറിനിടിച്ച് 5 പേർ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവരുടെ വാഹനത്തിലുണ്ടായിരുന്ന സ്വർണവും പണവും എല്ലാം മോഷ്ടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ ഗൗരവത്തിലെടുക്കേണ്ട ഒരു സംഭവമാണ്. ഇതിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ ഡ്രൈവർ ന്യൂസ് 8-നോട് ആദ്യമായി പങ്കുവച്ചത്. ഏതായാലും ആ സംഭവമായി ആഗസ്റ്റ് 8-ന് കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ട ആ ബസ് അപകടത്തിൽപ്പെട്ട സംഭവമായി സമാന സാഹചര്യമാണ് ഇതിന് കാണുന്നത്. വലിയൊരു അട്ടിമറി തന്നെയാണ് ഇതിൽ സാധ്യതയുള്ളത്. അതുകൊണ്ട് മന്ത്രിതല ഇടപെടലും കാര്യമായ ഒരു അന്വേഷണം വേണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. സറ, ബൈജു, അപ്പോൾ ഒരു കാര്യം കൂടി, ഓണക്കാലമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളൊക്കെ ഒരുപാട് ജോലി ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ് ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്രകളൊക്കെ ഇനിയിപ്പോൾ കൂടാൻ പോവുകയാണ്. അപ്പോൾ യാത്രക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ 2 സംഭവങ്ങൾ, അടുപ്പിച്ചുണ്ടായ 2 സംഭവങ്ങൾ നമുക്ക് ശരിക്കും പേടി തോന്നിക്കുന്ന രീതിക്കുള്ളതാണ്. ഇതിനൊക്കെതിരെ നമ്മുടെ സംസ്ഥാന സർക്കാരോ അല്ലെങ്കിൽ കർണാടക സർക്കാരിന്റെ ഒക്കെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും സുരക്ഷാ നടപടികളോ നീക്കങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഉണ്ടാവാൻ സാധ്യതകളുണ്ടോ?
സറ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഭയപ്പെടുത്തുന്നതാണ്, ആശങ്കപ്പെടുത്തുന്നതാണ്. ഇനി അങ്ങോട്ട് വരും ദിവസങ്ങളിൽ നിരവധി ആളുകൾ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ബസ്സുകളിലെല്ലാം ഇനി നിറയെ യാത്രക്കാരായിരിക്കും. കാരണം ട്രെയിനുകൾ വളരെ കുറവാണ്. ട്രെയിനുകളിൽ ടിക്കറ്റെല്ലാം നേരത്തെ തന്നെ ബുക്കായ സാഹചര്യമുണ്ട്. മാത്രമല്ല ബസ്സിൽ 800-1000 രൂപ കാസർഗോഡേക്ക് ഇതിൽ യാത്രാക്കൂലിയാണെങ്കിൽ അത് 2000-3000 ഒക്കെ ആവുന്ന സമയമാണ്. ഈ സമയം ലക്ഷ്യമിട്ട് കൃത്യമായ ഒരു സംഘം ഇത്തരത്തിൽ ഈ ഒരു കവർച്ച ഉൾപ്പെടെ നടത്തുന്ന സംഘം ഇറങ്ങിയിട്ടുണ്ടോ എന്ന സംശയമാണ് ഇതിൽ ബലപ്പെടുന്നത്. ഏതെങ്കിലും തരത്തിൽ കർണാടക സർക്കാരിന്റെ ഭാഗത്ത് ഇതുവരെ ഈ ഒരു സംഭവത്തിൽ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. ആഗസ്റ്റ് 8 നടന്ന സംഭവം, അതിൽ കൃത്യമായ ഒരു കാരണം ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതോടൊപ്പം ഈ സംഭവത്തിലും പരാതി നൽകിയിട്ടുണ്ട്. മന്ത്രിയുടെ ഓഫീസിൽ നിന്നും മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഇതിൽ അട്ടിമറി സംശയം ബലപ്പെടുന്നു. അതുകൊണ്ട് വിശദമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഏത് ഏജൻസി അന്വേഷിക്കും, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള അന്വേഷണമാണ് നടക്കുന്നതെന്നും ആ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ടില്ല. അത് ഗതാഗത വകുപ്പ് മന്ത്രി തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. ഈ കാര്യം വളരെ ഗൗരവത്തിലെടുക്കേണ്ടതാണ്. കാരണം ഇത് ബസ്സിന് മാത്രമല്ല, അതുപോലെ തന്നെ ഇനിയിപ്പോൾ വാഹനത്തിലെല്ലാം നിരവധി ആളുകൾ നാട്ടിലേക്ക് വരും, അതുപോലെ തിരിച്ചു പോകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടാവും. ഈ എക്സ്പ്രസ് ഹൈവേ വന്നതിന് ശേഷം ഒരുപാട് ഇത്തരത്തിൽ അപകടത്തിന് ശേഷം ഇതിലുള്ള പണവും സ്വർണ്ണവും നഷ്ടപ്പെടുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിലെടുക്കണം. ഇത് KSRTC ബസ്സിന് നേരെ, അതായത് നിരവധി സ്വകാര്യ ബസ്സുകളും സർവീസ് നടത്തുന്നതാണ്. അത് എറണാകുളത്തു നിന്നും ബാംഗ്ലൂരിലേക്കായാലും, കാസർഗോഡ് നിന്ന് ബാംഗ്ലൂരിലേക്കായാലും, കണ്ണൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്കായാലും, അങ്ങനെ ഓരോ ജില്ലകളിൽ നിന്നും ഇത്തരത്തിൽ സർവീസ് നടത്തുന്നു. ഇതെല്ലാം പല ബസ്സുകളും മൈസൂർ വഴി ഇത്തരത്തിൽ ബാംഗ്ലൂരിൽ എത്തുകയാണ്. ഈ രാമനഗര മുതൽ മാണ്ഡ്യ വരെയുള്ള സ്ഥലങ്ങളിൽ കൃത്യമായ നിരീക്ഷണം വേണം എന്ന ആവശ്യം ഉയരുന്നു. ഇത് കൃത്യമായി തടഞ്ഞില്ലെങ്കിൽ വലിയ ആശങ്കയോട് കൂടിയായിരിക്കും രാത്രി യാത്ര, പ്രത്യേകിച്ച് രാത്രി യാത്രയാണ് ഇതിൽ ഏറ്റവും അപകടം ഉണ്ടാക്കുന്നത്. പലപ്പോഴും ആക്സിഡന്റായി കിടക്കുന്ന രീതിയിൽ ആളുകൾ, ഈ ഒരു കവർച്ചാ സംഘങ്ങൾ റോഡിൽ കിടക്കുകയും മലയാളികളെ സംബന്ധിച്ചിടത്തോളം അത്തരം സാഹചര്യത്തിൽ അവരെ സഹായിക്കാനൊക്കെ രംഗത്തൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവരെ ആക്രമിക്കുകയും പിന്നീട് അത് വ്യാജ ആക്സിഡന്റായി മാറ്റി അവിടെ നിന്നും പണവും സ്വർണവും ഒക്കെ കവർ ചെയ്യും. പ്രത്യേകിച്ച് കുടുംബവുമായി സഞ്ചരിക്കുന്നവരെയാണ് ഇവർ ലക്ഷ്യമിടാറുള്ളത്. അങ്ങനെ നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വഴി ബാംഗ്ലൂരിലേക്ക് നിരവധി തവണ യാത്ര ചെയ്യുന്നവരാണ് ഞാൻ ഉൾപ്പെടെയുള്ളവർ. അതുകൊണ്ട് തന്നെ നമ്മൾ പോലും പലതവണ ദൃക്സാക്ഷി ആയിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾക്ക്. നമ്മളെ പിന്തുടരുക, ഇരുചക്ര വാഹനങ്ങളിൽ പിന്തുടരുക, അത്തരം സംഭവങ്ങൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾക്ക് വിശ്രമിക്കാൻ തോന്നി ഏതെങ്കിലും ഒരു സ്ഥലത്ത് വിശ്രമിച്ചാൽ അവിടെ ഒരു സംഘം ഇരുചക്ര വാഹനത്തിലെത്തും. പലപ്പോഴും ഈ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരുമായി ഒത്തു കളിച്ചാണ് ഇത്തരം സംഘങ്ങൾ പ്രവർത്തിക്കുന്ന ആരോപണമൊക്കെ നേരത്തെ ഉയർന്നിരുന്നു. എന്തായാലും ഇതിൽ വളരെ ഗൗരവമായ ഒരു ഇടപെടൽ വേണം. കാരണം ഇത് KSRTC ബസ്സിന് നേരെ തുടർച്ചയായ രണ്ടാമത്തെ അപകടമാണ്. ആദ്യത്തെ അപകടത്തിൽ വലിയ ദുഃഖകരമായ സംഭവം ഉണ്ടായി. ഡ്രൈവറും കണ്ടക്ടറും സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. ഇനിയിപ്പോൾ ബസ്സിൽ അങ്ങോട്ട് വലിയ തിരക്കുകളായിരിക്കും ഇനി ഉണ്ടാവാൻ പോവുക. അതുതന്നെയാണ് KSRTC വ്യക്തമാക്കുന്നത്. ബുക്കിംഗ് വരും സമയങ്ങളിൽ വലിയ ബുക്കിംഗ് ഉണ്ട്, അതായത് നിറയെ യാത്രക്കാരുണ്ടാകും. അതുകൊണ്ട് ഒരുപക്ഷെ ഇത്തരം സംഘങ്ങൾ സജീവമായി ഈ അക്രമം നടത്തുന്ന അട്ടിമറി സാധ്യത തന്നെയാണ് ഇതിൽ സംശയം ബലപ്പെടുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്നും ഈ ബസ്സിന് നേരെ ഇങ്ങനെ മുട്ടിയെറിഞ്ഞ് ഇങ്ങനെ അക്രമം നടത്തുന്ന ഒരു സാഹചര്യമില്ല. ബസ് അപകടത്തിൽപ്പെടുത്തുക, ഈ ഡ്രൈവറെ കാഴ്ച മറിച്ച്, അതായത് മുട്ട ഗ്ലാസ്സിലെറിഞ്ഞ് ഡ്രൈവറുടെ കാഴ്ച മറിച്ച് ബസ് അപകടത്തിൽപ്പെടുക, അത്തരത്തിലുള്ള സംഭവങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ തുടർച്ചയായ ദിവസങ്ങളിൽ KSRTC ബസ്സിന് നേരെ ഉണ്ടാകുന്നത് ആദ്യമായാണ്. കാറുകളിൽ നിരവധി തവണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലരും ഇത് അറിയുന്നതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ അധികവും സഞ്ചരിക്കുന്നവർക്ക് ഇത് പലർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവർ ഈ വാഹനം ഒരു തരത്തിലും നിർത്താനോ അല്ലെങ്കിൽ വേപ്പർ ഇടാനോ ആ സമയത്ത് ശ്രമിക്കാറില്ല. അതുകൊണ്ട് പലപ്പോഴും തലനാരിഴക്കാണ് രക്ഷപ്പെടുക. ഏതായാലും ഈ ഡ്രൈവറുടെ സന്ദർഭോചിതമായ ഇടപെടൽ, കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു അപകടം തലനാരിഴക്ക് ഒഴിവായതെന്ന് പറയേണ്ടി വരും. എന്നാലും ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം നടത്തണം. മാത്രമല്ല വരും ദിവസങ്ങളിലും സുരക്ഷിതമായി യാത്ര ചെയ്യാൻ, നേരത്തെ സറ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മലയാളികൾ, വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ബംഗളൂരുവിലുണ്ട്. അത് അവർക്ക് യാത്ര ചെയ്യേണ്ട സമയം കൂടിയാണ് ഇപ്പോൾ വരുന്നത്. സുരക്ഷിതമായ യാത്ര അത് KSRTCയിലായാലും സ്വന്തം വാഹനത്തിലായാലും ഉണ്ടാകേണ്ട, ഉറപ്പുവരുത്തേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിന് കൂടിയുണ്ട്. അടിയന്തര ഇടപെടൽ, അത് മാത്രമല്ല വളരെ കൃത്യമായ കാര്യക്ഷമമായ, ഇതിൽ വളരെ ഗൗരവത്തോട് എടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണം തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അത്തരത്തിലുള്ള അന്വേഷണം ഉണ്ടാവും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ ഇത്തരം അപകടങ്ങൾ തുടർക്കഥയാകും, വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം പോകും. അത് ഒഴിവാക്കാനുള്ള നടപടി ഉണ്ടാകണം. പ്രത്യേകിച്ച് ബംഗളൂരു മുതൽ മൈസൂർ വരെ, ഏകദേശം മാണ്ഡ്യ വരെയുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരം സംഭവങ്ങൾ പതിവായി റിപ്പോർട്ട് ചെയ്യാറുള്ളത്. എക്സ്പ്രസ് ഹൈവേ കൂടി ഇപ്പോൾ വന്നതോടുകൂടി പരിശോധനകൾ, അതായത് പോലീസിന്റെ പരിശോധനകൾ ഉണ്ടാകുന്നില്ല. 25 കിലോമീറ്ററിലാണ് ഇതിൽ എക്സൈറ്റ് ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ പരിശോധന വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ഇതിൽ ഒരു അന്വേഷണം നടത്തി ഇവരുടെ യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം എന്ന ആവശ്യം തന്നെയാണ് ഉയർന്നത്. വരുന്ന ദിവസങ്ങളിൽ അത് കർണാടക സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കർണാടക സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു
കൃത്യമായ ഇടപെടൽ ഇതിൽ വേണം. അതല്ലാതെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയാൽ ഇതിൽ നീതി ലഭിക്കുക വളരെ കുറവാണ്. നേരത്തെ പല കേസുകളും നമ്മോട് തന്നെ പല ആളുകളും നിരന്തരം ഇത്തരത്തിലുള്ള ഈ ഒരു പരാതി നൽകി പിന്നീട് ഒരു അന്വേഷണം നടക്കാൻ സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് മലയാളികൾ തന്നെയാണ് ഇങ്ങനെ കവർച്ചയ്ക്ക് ഇരയാകാറുള്ളത്. പലതരത്തിലുള്ള കവർച്ചകൾ ഈ ഓടുന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ആടി വെച്ച് ടയറിലെ കാറ്റ് കളഞ്ഞ് അങ്ങനെ അപകടപ്പെടുത്തി കവർച്ച, അങ്ങനെ പലതരത്തിലുള്ള കവർച്ചകൾ നടന്ന സ്ഥലമാണ്. നേരത്തെ ഉണ്ടായ അനുഭവങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തിലെടുക്കണം. പ്രത്യേകിച്ച് KSRTC ഇപ്പോൾ അപകടത്തിൽപ്പെടുത്താൻ ശ്രമിക്കുകയും ഒരു KSRTC ബസ് അപകടത്തിൽപ്പെടുന്ന സാഹചര്യവും ഒരേ സ്ഥലത്ത് നിന്ന് അപകടപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഇതിന്റെ സംശയം ബലപ്പെടുകയാണ്. ഈ ബസ്സിന് മുട്ടെറിഞ്ഞ സംഘത്തെ പിടികൂടുന്ന അടിയന്തരമായ നടപടി വേണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഏതായാലും പോലീസ് ഇപ്പോൾ KSRTC ഇപ്പോൾ ബംഗളൂരു പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സംഭവത്തിൽ ഇതുവരെ ഒരു പ്രതികളെയും പിടികൂടിയിട്ടില്ല. നേരത്തെ വാഹനം നടന്ന ആഗസ്റ്റ് 8 വാഹനം നടന്ന ആ അപകടം നടന്ന ആ വാഹനം അത് കൃത്യമായി ഒരു പരിശോധിക്കണമെന്ന ആവശ്യം കൂടി ഇപ്പോൾ ഈ ഒരു സംഭവത്തോടുകൂടി ഉയർന്നു വന്നിട്ടുണ്ട്. സാറാ, ശരി, ബൈജു ആണ് വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.